വളരെ സന്തോഷമല്ലേ. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ, ഈ ഏറ്റവും വലിയ സംവാദത്തിൻ്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കുമല്ലോ പ്രതിപക്ഷം, ഏത് പ്രതിപക്ഷമായാലും, കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയില്ല. ഈ കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായത്? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ചയുണ്ട്. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു, 1 ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചു എന്ന് പറയുക. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ആ ചർച്ചയിലും അവരുണ്ടായില്ല, ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. ഇനി ഇതുമാത്രമല്ല, അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരുമല്ലോ. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണമല്ലോ. ഒന്നും ഉന്നയിച്ചില്ല, ഒന്നും ഉന്നയിക്കാനില്ല. പിന്നെ അടിയന്തര പ്രമേയം, ഒരടിയന്തര പ്രമേയം അവതരിപ്പിച്ചില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെൻറ്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാവില്ല. ഏത് പ്രതിപക്ഷമായാലും അതിനവർക്ക് ഏറ്റവും പറ്റിയ മാർഗ്ഗം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അവിശ്വാസം പാസ്സാവുന്നുള്ളവരില്ല, നല്ലതുപോലെ ഗവൺമെൻറ്റിനെതിരെ പറയാൻ എന്താ ചെയ്ത് പലതും ചെയ്തു. അപ്പം ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടുന്ന നിലയുണ്ടായത്. എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഒരു നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞാൽ നേരെ ചൊവ്വയും മറുപടി കിട്ടുകയില്ല. അപ്പോൾ അതിൽ നിന്ന് ഒളിച്ചുകൂടുകയാണ് ഉണ്ടായത്. ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ച നില. ഇപ്പോൾ കേരളത്തിൽ എല്ലാ ദിവസവും കേരളത്തിൻ്റെ കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ വികസനത്തിൻ്റെ ചില കാര്യങ്ങൾ അതാണ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു പോകുന്നത്.